കുപ്രസിദ്ധ ഹൈവേ കൊള്ളത്തലവനെ ഉത്തർപ്രദേശിൽ ഏറ്റുമുട്ടലിൽ വധിച്ചു. ഹരിയാന സ്വദേശി സന്ദീപാണ് കൊല്ലപ്പെട്ടത്. കാൺപൂരിൽ 4 കോടി രൂപയുടെ ട്രക്ക് കൊള്ളക്കേസിലെ മുഖ്യപ്രതിയാണ് സന്ദീപ്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എൻകൗണ്ടർ എന്നുള്ള രീതിയിൽ പറയാമോ? ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, ഹരിയാന, ഉത്തർപ്രദേശ്, ഡൽഹി എന്നീ 3 സംസ്ഥാനങ്ങളിലായി നിരവധി ഹൈവേ കൊള്ള കേസുകളിൽ പ്രതിയായ ഗുണ്ടാത്തലവൻ സന്ദീപാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നോയിഡ ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തി പ്രദേശത്ത് വെച്ചാണ് ഇന്നലെ രാത്രി ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. കാൺപൂരിലെ 4 കോടി രൂപയുടെ ഹൈവേ കൊള്ളക്കേസിന്റെ അന്വേഷണത്തിലായിരുന്നു UP പോലീസ്. ഇതിൽ മുഖ്യപ്രതിയാണ് ഈ സന്ദീപ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇയാൾ ഉത്തർപ്രദേശിലേക്ക് എത്തുന്നതായുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്ന് ഈ ബാഗ്പത് പോലീസിന്റെയും നോയിഡയിലെ SITയുടെയും സംഘങ്ങൾ ഇയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിനെതിരെ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും സന്ദീപിനെ പോലീസ് ഏറ്റുമുട്ടലിൽ വധിക്കുകയും ചെയ്തിരിക്കുന്നത്. നിരവധി ഹൈവേ കൊള്ള, ഒപ്പം തന്നെ ഡ്രൈവർമാരുടെ കൊലപാതക കേസുകളിൽ സന്ദീപ് മുഖ്യ പ്രതിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കേസുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് അന്തിമമായി ശേഖരിച്ച് വരികയാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.